എല്ലാവർക്കും മായ 3D ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അമിൽ. ഇന്ന് നമുക്ക് മായയിൽ ലോ പോളി സോഫ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കിയാലോ? അതിനായി ആദ്യമേ ഷെൽഫിലുള്ള ഒരു ക്യൂബ് എടുക്കുക. ക്യൂബ് എടുത്തതിന് ശേഷം 6 ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇങ്ങനെ സ്കെയിൽ ചെയ്യാം. ഇതിൻ്റെ വിഡ്ത്ത് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം എഡ്ജ് മോഡിലേക്ക് പോയി നമുക്ക് ഈ എഡ്ജുകളെല്ലാം സെലക്ട് ചെയ്യാം. ഇവിടെ എഡ്ജുകളെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ B കൊടുത്ത് ഇത് ബെവൽ ചെയ്യണം. ഇവിടെ സെഗ്മെൻറ്റ്സ് നമുക്ക് രണ്ടും, ഫ്രാക്ഷൻ നമുക്ക് 0.5 തന്നെ കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ചെയ്യുകയും ചെയ്യാം. ഇതിന് ശേഷം നമുക്ക് 3 പ്രസ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ സ്മൂത്ത് പ്രിവ്യൂ കാണാൻ കഴിയുന്നതാണ്. ഇവിടെ നമ്മൾ സ്മൂത്ത് പ്രിവ്യൂ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ഫ്ലാറ്റ് ആയിട്ടായിരിക്കുന്നത്. പക്ഷേ സോഫയുടെ കുഷൻ ഭയങ്കര പ്ലഫി ആയിട്ട് കുറച്ച് പൊങ്ങിയായിരിക്കും ഇരിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ഫേസ് മോഡിലേക്ക് പോയി ഈ ടോപ്പ് ഫേസ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ടോപ്പിലേക്ക് മൂവ് ചെയ്യാം. അതിനായി W പ്രസ് ചെയ്ത് മൂവ് ടൂളിലേക്ക് പോയി ഇതുപോലെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ പ്ലഫിനെസ് കിട്ടുന്നതാണ്. എത്രമാത്രം പ്ലഫി ആക്കണോ അത്രമാത്രം നമുക്ക് ഇത് റേസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ നമുക്ക് ഇത്രയൊന്നും വേണ്ട. നമുക്ക് കുറച്ച് ബാക്ക് അടിച്ചതിന് ശേഷം ഈ ഒരു പ്ലഫിനെസ് മതി. ഇതിന് ശേഷം നമുക്ക് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് സ്ട്രെച്ച് മാർക്സ് കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് 6 പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലൊന്ന് ഉള്ളിലേക്ക് സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലോത്ത് സ്ട്രെച്ചിങ് ഇവിടെ കാണാൻ കഴിയുന്നതാണ്. ഇങ്ങനെ കുറച്ചും കൂടി നാച്ചുറലായിട്ട് ഒരു ക്ലോത്ത് ആണെന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതാണ്. ഇതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ചിങ് കൊണ്ടുവരണം. സോ സ്റ്റിച്ചിങ്ങിനായിട്ട് നമുക്ക് എഡ്ജ് മോഡിലേക്ക് പോയി ഈ ബോർഡിലുള്ള ഈ എഡ്ജസ് നമുക്ക് സെലക്ട് ചെയ്യണം. ഈ സോഫയുടെ ടോപ്പിൽ ഞാൻ സ്റ്റിച്ചിങ് കൊടുക്കുന്നില്ല. ഈ സൈഡിലും ബോട്ടത്തിലും മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സൈഡ് എഡ്ജസും ഈ ബോട്ടം എഡ്ജസുമാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ B കൊടുത്ത് ബെവൽ ചെയ്യണം. ഇവിടെ ബെവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്രാക്ഷൻ വളരെ ചെറുത് മതിയതുകൊണ്ട് 0.05 കൊടുത്താൽ മതി. അതിനുശേഷം സെഗ്മെന്റ് നമുക്ക് രണ്ടും കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾ ഈ സെൻട്രലുള്ള എഡ്ജസ് വീണ്ടും നമ്മൾ സെലക്ട് ചെയ്യണം. ഇങ്ങനെ സെൻട്രലുള്ള ഈ എഡ്ജസ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ 6 പ്രസ് ചെയ്ത് ഇതുപോലെ ഉള്ളിലേക്ക് ചെറുതായിട്ടും സ്കെയിൽ ചെയ്യണം. ഇങ്ങനെ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഒബ്ജക്റ്റ് മോഡിലേക്ക് പോയി നോക്കിക്കഴിയുമ്പോൾ ഈ കുഷനിലുള്ള സ്റ്റിച്ച് ഫീലിംഗ് നമുക്ക് കിട്ടുന്നതാണ്. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫേസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 5 വെർട്ടിക്സ് കാണാൻ കഴിയുന്നതാണ്. 1 2 3 4 5 6 വെർട്ടിക്സ് കാണാൻ കഴിയുന്നതാണ്. നമുക്ക് വേണ്ടത് കോ ഷേപ്പ് ആയതുകൊണ്ട് നമ്മൾ വെർട്ടെക്സ് മോഡിലേക്ക് പോയി നമുക്ക് ഈ സ്മൂത്ത് പ്രിവ്യൂ നിന്ന് പുറത്തു വരാം. അതിനായി 1 പ്രസ് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെയുള്ള നമ്മുടെ മൾട്ടി കട്ട് ടൂള് സെലക്ട് ചെയ്തതിന് ശേഷം അകത്തുള്ള ഈ ഒരു വെർട്ടെക്സിൽ നമ്മളൊരു കണക്ഷൻ കൊടുത്ത് ഇവിടെയും നമ്മൾ ഒരു കണക്ഷൻ കൊടുക്കുക. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓക്കെ ആവും. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഫേസസിലും അപ്ലൈ ചെയ്യുക. ഇതിന് ശേഷം നമ്മൾ 3 പ്രസ് ചെയ്ത് സ്മൂത്ത് പ്രിവ്യൂവിൽ പോയി കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ കുഷൻ ഫീൽ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസസ് എല്ലാം കോഡ് ഷേപ്പിലും ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇനി നമുക്ക് 2 കുഷനും കൂടെ ഈ 2 സൈഡിലായിട്ട് കൊടുക്കാം. അതിനായിട്ട് ജസ്റ്റ് ഇത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ മതി. അതിനായി W പ്രസ് ചെയ്ത് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ജസ്റ്റ് ഇതുപോലെ മൂവ് ചെയ്താൽ ക്ലോൺ ആകുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്കും ക്ലോൺ ചെയ്യാം. ഇനി ഫ്രണ്ട് വ്യൂവിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് മേർജ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനും കഴിയുന്നതാണ്. ഇതുപോലെ നമുക്ക് ചെക്ക് ചെയ്ത് കുറച്ചൊന്ന് മൂവ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ബാക്കിലുള്ള കുഷനാണ്. സോ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബാക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ബാക്ക് റെസ്റ്റ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ഈ 3 കുഷൻ തന്നെ വെച്ച് നമുക്കത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനായി ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഇതുപോലെ ക്ലോൺ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് പ്രസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്തെടുക്കാം. ആവശ്യാനുസരണം നമുക്കിത് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് W പ്രസ് ചെയ്ത് ഈ ബോക്സ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് XY
ആക്സിസിൽ ഇത് മൂവ് ആകുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഈ ബോക്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്ക് മൂവ് ചെയ്ത് ഇങ്ങനെ വെക്കാം. ഇതിന് ശേഷം നമ്മൾ സൈഡ് വ്യൂയിലേക്ക് വന്ന് നമ്മുടെ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ബേസ് ആണ്. ബേസിന് നമുക്ക് ഒരു ക്യൂബ് കൊണ്ടുവരാം. അതിനെ വീണ്ടും നമുക്ക് ഷെൽഫിലുള്ള ഈ ക്യൂബ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിത് താഴോട്ട് കൊണ്ടുവരാം. അതിനുശേഷം നമുക്കിത് സ്കെയിൽ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യണം. പക്ഷേ സ്കെയിൽ ചെയ്യുന്നതിന് പകരം നമുക്ക് വെർട്ടെക്സ് മോഡിലേക്ക് പോയി സൈഡ് വ്യൂയിലും ഫ്രണ്ട് വ്യൂയിലുമായിട്ട് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ സൈഡ് വ്യൂയിൽ വന്നതിന് ശേഷം ഇതുപോലെ വെർട്ടെക്സ് സെലക്ട് ചെയ്ത് നമുക്കിതിങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ ടോപ്പ് വെർട്ടെക്സ് സെലക്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ മുകളിലേക്ക് കൊണ്ടുവരാം. അതുപോലെ തന്നെയാണ് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ വന്നതിന് ശേഷം ഈ വെർട്ടെക്സ് സെലക്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവരാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ഇതിങ്ങനെ ചെയ്യാം. പക്ഷേ ഈ വെർട്ടെക്സ് നമുക്ക് ഈ ഫേസസ് നമുക്ക് ഇതിൻ്റെ താഴോട്ട് കൊണ്ടുവന്നാൽ മതി, അതിൻ്റെ ടോപ്പിലായിട്ട് നിൽക്കേണ്ട. ഇവിടെ കുറച്ച് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാം. ഇനി നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്ജ് മോഡിലേക്ക് പോയി ഈ എഡ്ജസ് എല്ലാം സെലക്ട് ചെയ്യുക. അതിനുശേഷം കൺട്രോൾ ബി കൊടുത്ത് നമുക്കിത് ബെവൽ ചെയ്യണം. സെഗ്മെൻറ്റ് 2ഉം ഫ്രാക്ഷന് 0.5ഉം കൊടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്റ്റിച്ചിങ് കൊടുക്കാനായിട്ട് ഈ ബോർഡറിലുള്ള ഈ എഡ്ജസ് നമുക്കിങ്ങനെ സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് എഡ്ജസ് കാണാൻ പറ്റുകയില്ലെങ്കിൽ ജസ്റ്റ് 4 പ്രസ് ചെയ്ത് നമുക്ക് വയർ ഫ്രെയിമിലോട്ട് പോകും. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്കിത് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി വയർ ഫ്രെയിം മോഡിൽ നിന്ന് വെളിയിലോട്ട് വരാനായിട്ട് 5 പ്രസ് ചെയ്താൽ മതിയാവും. ഇനി നമുക്ക് വീണ്ടും ബെവൽ ചെയ്യാം. കൺട്രോൾ ബി കൊടുത്ത് ബെവൽ ചെയ്തതിന് ശേഷം ഇവിടെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് 0.05 വാല്യൂ മതി. അതിനുശേഷം സെഗ്മെൻറ്റ് നമുക്ക് 2ആയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ സെൻറ്ററിലുള്ള ഈ എഡ്ജസ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ 3 പ്രസ് ചെയ്ത് സ്മൂത്ത് പ്രിവ്യൂവിൽ പോകണം. അതിനുശേഷം നമ്മൾ ഇതുപോലൊരു കോണിൽ വന്നതിന് ശേഷം ഇത് സ്കെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്രമാത്രം സ്കെയിൽ ചെയ്യണമെന്ന് അറിയാനും കഴിയും. സോ ഇത്രയും മാത്രം സ്കെയിൽ ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒബ്ജക്റ്റ് മോഡിലേക്ക് പോകാം. ഇനി നമുക്കിതൊന്ന് മുകളിലേക്ക് റേസ് ചെയ്ത് കൊടുക്കാം. അതിനായി W പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഗ്രിഡിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യാം. ഇതിന് ശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ സൈഡിൽ ആം റെസ്റ്റിംഗ് ആണ്. അതിനായി നമുക്ക് ഇതുപോലെ തന്നെ നമുക്കൊരു ക്യൂബ് കൊണ്ടുവരാം. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ നമുക്ക് ശരിയാവില്ല. അത് സ്ട്രെച്ച് മാർക്കും അതൊന്നും കറക്റ്റ് ആകത്തില്ല. അതുകൊണ്ട് നമുക്കൊരു ക്യൂബ് കൊണ്ട് ഒരു പുതിയ കുഷൻ തയ്യാറാക്കാം. അതിനായി നമുക്ക് ഒരു ക്യൂബ് എടുക്കാം. അതിനുശേഷം നമുക്കിത് സൈഡിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇനി നമുക്കിത് സൈഡ് വ്യൂയിലേക്ക് പോകാം. സൈഡ് വ്യൂയിലേക്ക് പോയതിന് ശേഷം വെർട്ടെക്സ് മോഡിലേക്ക് പോകാം. വെർട്ടെക്സ് മോഡിലേക്ക് പോയി നമുക്കിത് ഇതിൻ്റെ ഹൈറ്റും എല്ലാം ഒന്ന് ഡിറ്റർമൈൻ ചെയ്തെടുക്കാം. ഹൈറ്റ് ഇത്രയും, ഇതിൻ്റെ സൈഡിലോട്ട് തിക്നെസ് ഇത്രയും കൊടുക്കാം. ഈ ഫ്രണ്ടിൽ നമുക്ക് ഈ കുഷൻ്റെ താഴത്തെ കുഷൻ്റെ ബേസിൻ്റെ അവിടം വരെ മതി. ഇതിനപ്പുറം പോകണമെന്നില്ല. അതുകൂടാതെ തന്നെ ഈ താഴ്ഭാഗം നമുക്ക് ഈ ബേസ് കുഷൻ്റെ ഹൈറ്റ് തന്നെ കൊണ്ടെത്തിച്ചാൽ മതി. ഇനി നമുക്കിത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം സൈഡിൽ. അതിനായി സൈഡ് വ്യൂയിലേക്ക് ഫ്രണ്ട് വ്യൂയിലേക്ക് വന്നതിന് ശേഷം വെർട്ടെക്സ് മൊത്തം സെലക്ട് ചെയ്ത് നമുക്കിതുപോലെ ഫുള്ളായിട്ട് സെലക്ട് ചെയ്ത് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് വെച്ചാൽ മതി. ഇവിടെ ഇതുപോലെ സ്പേസ് കാണുവാണെങ്കിൽ 6 പ്രസ് ചെയ്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്കെയിൽ ചെയ്ത് വിട്ടാൽ മതി. ശേഷം ഇത് W പ്രസ് ചെയ്ത് നമുക്കുള്ളിലേക്ക് മൂവ് ചെയ്യാം. പക്ഷേ ഇത് നോക്കുവാണെങ്കിൽ പൈവട്ട് സെൻട്രലല്ല, ഇവിടെ താഴെയായിട്ടായിരിക്കുന്നത്.
ഇത് സെൻട്രലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഷെൽഫിലുള്ള ഈ സെൻട്രൽ പൈവോട്ട് ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം നൈസായിട്ട് ഉള്ളിലേക്ക് കുറച്ച് നീക്കാം. ഇതിന് ശേഷം നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ എച്ച് മോഡിലേക്ക് പോയി ഈ എഡ്ജ് സെലക്ട് ചെയ്യുക, കൺട്രോൾ ബി കൊടുത്ത് ബെവൽ ചെയ്യുക, സെഗ്മെൻറ്റ്സ് 2 കൊടുക്കുക, ഫ്രാക്ഷന് 0.5 കൊടുക്കുക. ഇനി നമ്മൾ പെർസ്പെക്റ്റീവ് വ്യൂവിൽ പോയതിന് ശേഷം നമ്മൾ ഈ സോഫയ്ക്ക് കൊടുത്തതുപോലെ ഈ കുഷന് കൊടുത്തതുപോലെ നമ്മുടെ ഇവിടെയും നമ്മൾ ടോപ്പിൽ നമ്മൾ സ്റ്റിച്ച് കൊടുക്കുന്നില്ല, സൈഡിലും ബോട്ടത്തിലും മാത്രം കൊടുക്കുന്നുള്ളൂ. സോ നമുക്ക് എഡ്ജ് മോഡിലേക്ക് പോയി ഈ എഡ്ജസ് എല്ലാം സെലക്ട് ചെയ്യാം. ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ബി കൊടുത്ത് വീണ്ടും ബെവൽ ചെയ്യാം. ഇവിടെ സെഗ്മെൻറ്റ് 2 ഫ്രാക്ഷന് 0.05 കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്തു തന്നെ വീണ്ടും നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ എഡ്ജസ് മൊത്തം സെലക്ട് ചെയ്യണം. ഇവിടെ ഇതുപോലെ സെലക്ട് ചെയ്തതിന് ശേഷം 6 കൊടുത്ത് നമുക്ക് നൈസായിട്ടൊന്ന് സ്കെയിൽ ചെയ്തെടുക്കാം. അതിനുശേഷം 3 കൊടുത്തതിന് ഒബ്ജക്റ്റ് മോഡിലോട്ട് പോയതിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്നതാണ് ആ സ്റ്റിച്ച് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു 4 കോർണറിലും നമുക്കത് 6 വെർട്ടിക്സ് ഉള്ളത് നമുക്ക് കോഡിലേക്ക് മാറ്റണം. അതിനെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സ്മൂത്ത് പ്രിവ്യൂവിൽ നിന്ന് പുറത്തു വരാം. ഇതിന് ശേഷം നമ്മൾ മൾട്ടി കട്ട് ടൂൾ എടുത്ത് ഇവിടെ ഇങ്ങനെ കണക്ഷൻസ് കൊടുത്തു വിടാം. ഇവിടെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. സോ എന്നാ ചെയ്യാൻ പറ്റുന്നത്, നമുക്കിതുപോലെ ഇൻസേർട്ട് ചെയ്ത് എവിടം വരെ പോകാൻ പറ്റുമോ അവിടം വരെ ഇത് പോവാം. അതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ വെൽഡ് ടൂൾ വെച്ച് ഇത് നമുക്കിങ്ങനെ വെൽഡ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാം. മൾട്ടി കട്ട് ടൂൾ എടുക്കുക, ആദ്യമേ ഇതുപോലൊരു കണക്ഷൻ കൊടുക്കുക. അതിന് ശേഷം എവിടം വരെ പോവോ അവിടം വരെ ഇത് കൊടുക്കുക. ഇവിടെ ഇതിപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കണക്ഷൻ. അതുകൊണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ബാക്കിയുള്ളിടത്ത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെയും കണക്ഷൻ കംപ്ലീറ്റ് ആയി. ഇതിപ്പോൾ കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നമുക്ക് വയർ ഫ്രെയിമിലേക്ക് പോവാം. വയർ ഫ്രെയിമിലേക്ക് പോയി നമുക്ക് ഇത് കണക്ട് ചെയ്യാം. ഇവിടെയും കണക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി 5 പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ 3 പ്രസ് ചെയ്യുകയാണെങ്കിൽ സ്മൂത്ത് പ്രിവ്യൂവിൽ എങ്ങനെ ഇരിക്കുന്നത് കാണാം. ഇവിടെ നമുക്ക് കുഷൻ എന്നുള്ളൊരു ഫീൽ കിട്ടുന്നില്ല, കാരണം കുറച്ചും കൂടെ പ്ലഫിനെസ് കിട്ടാനുണ്ട്. സോ നമുക്ക് ഇവിടെ വീണ്ടും ഈ ഫേസ് സെലക്ട് ചെയ്തതിന് ശേഷം W പ്രസ് ചെയ്ത് ഇതുപോലെ നൈസായിട്ട് കുറച്ച് നീക്കി കൊടുക്കാം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ കുറച്ച് പ്ലഫിനെസ് കിട്ടുന്നതാണ്. ഇനി നമുക്കിത് ഒബ്ജക്റ്റ് മോഡിലേക്ക് പോയി ടോപ്പ് വ്യൂവിൽ പോയി ഈ പൈവോട്ട് നമുക്ക് ഈ ഗ്രിഡിൻ്റെ ഈ സെൻറ്ററിലേക്ക് കൊണ്ടുവരാം. അതിന് കാരണം പറയാം, ഞാനിപ്പോൾ ഇത് മിറർ ചെയ്യാൻ പോവാണ് ഈ ഭാഗത്തേക്ക്. അതിനായി D പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്രിഡ് സ്നാപ്പിങ്, ഈ ടോപ്പ് ഷെൽഫിലുള്ള ഗ്രിഡ് സ്നാപ്പിങ് നമുക്ക് ഓണാക്കാം. അതിനുശേഷം ഇതുപോലെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഗ്രിഡ് സ്നാപ്പിങ് നടക്കുന്നതാണ്. ഇനി നമുക്ക് വീണ്ടും W പ്രസ് ചെയ്തതിന് ശേഷം ഗ്രിഡ് സ്നാപ്പിംഗ് ഓഫ് ചെയ്യാം. അതിനുശേഷം എഡിറ്റിൽ പോയി ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യലിൽ ഈ ബോക്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം XYZ വാല്യൂസ് ആണ്. ഇതിൽ നമ്മൾ Z വാല്യൂ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ബ്ലൂ കളർ ആരോ പോകുന്നിരിക്കുന്നത് Z വാല്യൂവിലാണ്. സോ Z വാല്യൂവിൽ -1 എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യണം. അതിനുശേഷം ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യൽ എന്ന് കൊടുത്താൽ ഇത് ഇങ്ങോട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആയിക്കോളൂ. ഇനി നമുക്ക് പെർസ്പെക്റ്റീവ് വ്യൂവിൽ പോകാം. ഇനി പെർസ്പെക്റ്റീവ് വ്യൂവിൽ വന്നതിന് ശേഷം നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് 4 കാലുകളാണ്. അതിനായി നമുക്ക് വീണ്ടും ടോപ്പ് വ്യൂവിൽ വന്നതിന് ശേഷം ഒരു സിലിണ്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സിലിണ്ടർ ആഡ് ചെയ്തതിന് ശേഷം T പ്രസ് ചെയ്ത് നമുക്കിതിൻ്റെ സബ് ഡിവിഷൻ ആക്സിസ് നമുക്ക് 8 എന്ന് കൊടുക്കാം.
കാരണം നമുക്ക് അധികം സബ്ഡിവിഷൻ വേണ്ടി വരുന്നില്ല ഇതിന്. അതിനുശേഷം 4 പ്രസ് ചെയ്ത് വയർ ഫ്രെയിമിലേക്ക് പോകാം. W പ്രസ് ചെയ്ത് 4 കാലിൽ 4 കോണിലായിട്ടാണ് വരുന്നത്. സോ ആദ്യമേ ഈ കാല് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇവിടെ നമുക്കറിയാം ഇത്ര വലുപ്പത്തിൻ്റെ ആവശ്യമില്ല കാലിന്. സോ 6 പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ZX ആക്സിസിൽ ഇതിങ്ങനെ അകത്തോട്ട് സ്കെയിൽ ചെയ്യാം. അതിനുശേഷം നമുക്ക് സൈഡിൽ വന്നതിന് ശേഷം W പ്രസ് ചെയ്ത് ഇതുപോലെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം വെർട്ടെക്സ് മോഡിൽ പോയി ഇതിൻ്റെ ബോട്ടം സെലക്ട് ചെയ്തതിന് ശേഷം 6 പ്രസ് ചെയ്ത് ഇതുപോലെ ടോട്ടലായിട്ട് ഉള്ളിലേക്ക് സ്കെയിൽ ചെയ്യാം. അതിനുശേഷം W പ്രസ് ചെയ്ത് നമുക്ക് ഇതുപോലെ ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മിറർ ചെയ്ത് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരണം. മെഷിലേക്ക് പോയി മിറർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇത് ആക്സിസ് X ആക്സിൽ ഇട്ടാൽ മാത്രമേ ഇങ്ങനെ വരുള്ളൂ. ഇത് ആക്സിസ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇതാകത്തുമില്ല, ഇതുപോലെ ആയിരിക്കും ആകുന്നത്. സോ X ആക്സിൽ വെച്ചതിന് ശേഷം നമ്മുടെ ഓഫ്സെറ്റ് കുറച്ചൊന്ന് നീക്കി കൊടുത്താൽ മതി. ഇതിന് ശേഷം നമ്മൾ ഒബ്ജക്റ്റ് മോഡിലേക്ക് പോയി ഷെൽഫിലുള്ള ഈ ഡിലീറ്റ് ബൈ ഹിസ്റ്ററി ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ഫ്രീസ് ട്രാൻസ്ഫോർമേഷൻ ക്ലിക്ക് ചെയ്യാം. സെൻറ്റർ പൈവറ്റും ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇപ്പോഴത്തെ സൈഡിലും കൊണ്ടുവരാനുള്ളതുകൊണ്ട് വീണ്ടും നമ്മൾ മെഷിൽ ക്ലിക്ക് ചെയ്ത് വീണ്ടും നമ്മൾ മിറർ ക്ലിക്ക് ചെയ്യണം. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ആക്സിസ് ഇസഡിലേക്ക് മാറ്റണം. കാരണം ഈ ആക്സിസ് ഇസഡ് ആക്സിസ് ആയതുകൊണ്ട്. അതിനുശേഷം ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമുക്കിത് പ്ലേസ് ചെയ്യണം. ഇനി നമുക്ക് പെർസ്പെക്റ്റീവ് വ്യൂവിൽ വന്നതിന് ശേഷം വീണ്ടും നമ്മൾ നേരത്തെ ഇതുപോലെ ഡിലീറ്റ് ബൈ ഹിസ്റ്ററിയും ഫ്രീസ് ട്രാൻസ്ഫോർമേഷനും സെൻറ്റർ പൈവറ്റും കൊടുക്കുക. ഇനി ഒബ്ജക്റ്റ് മോഡിലേക്ക് പോയി ഈ ഒബ്ജക്റ്റുകൾ സെലക്ട് ചെയ്തതിന് ശേഷം ഫേസ് മോഡിലേക്ക് പോകണം. ഇതിന് ടോപ്പ് ഫേസ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഡിലീറ്റ് ചെയ്ത് വിടാം, കാരണം ടോപ്പ് ഫേസിൻ്റെ ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ എഡ്ജ് മോഡിലേക്ക് പോയി ഇവിടം ഫുള്ളായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഈ എഡ്ജ് ലൂപ്പ് സെലക്ട് ചെയ്ത് Ctrl B കൊടുത്ത് ബെവൽ ചെയ്യുക. കാരണം ഇത് സ്മൂത്ത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ബോട്ടം ഷാർപ്പായിട്ടിരിക്കണം. സോ സെഗ്മെൻറ്റ് 2ഉം ഫ്രാക്ഷന് 0.1 കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഇതൊരു ട്രൈ ഷേപ്പിലായിരിക്കുന്നത്. നമുക്ക് എഡ്ജ് മോഡിലേക്ക് പോയി ഈ എഡ്ജുകൾ സെലക്ട് ചെയ്ത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഇത് കോഡ് ഷേപ്പിലേക്ക് മാറുന്നതാണ്. ഇതുകൊണ്ടാണ് 8ൻ്റെ മൾട്ടിപ്പിൾ എടുക്കണമെന്ന് പറയുന്നത്. ഇനി നമുക്ക് 3 പ്രസ് ചെയ്ത് സ്മൂത്ത് പ്രിവ്യൂവിലേക്ക് പോകാം. അതിനുശേഷം ഒബ്ജക്റ്റ് മോഡിലേക്ക് പോയതിന് ശേഷം നോക്കിക്കുകയാണെങ്കിൽ നമ്മുടെ ലോ പോളി സോഫ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ലോ പോളിയിൽ സോഫ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇതിൻ്റെ ടെക്സ്ചറിങ് അടുത്ത പാർട്ടിലായിട്ട് ഇടുന്നതാണ്. ആ വീഡിയോ കാണുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്